ഏറെ തടസ്സങ്ങൾ നേരിട്ടും അതിനെയൊക്കെ മറികടന്നുമാണ് സംസ്ഥാന സർക്കാരും അദാനി പോർട്സും കേന്ദ്ര സർക്കാരും ചേർന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കിയെടുത്തത്. കേരളത്തിന്റെ പ്രശസ്തി കൂട്ടിക്കൊണ്ട് അടുത്തൊരു നേട്ടത്തിലേക്ക് കൂടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കടക്കുകയാണ്. വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 9 മാസത്തിനുള്ളിൽ 1 ദശലക്ഷം TEU ചരക്കുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് ലോക മാരിടൈം മേഖലയെ തന്നെ ഞെട്ടിച്ച് വിസ്മയിപ്പിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. കണക്ക് കൂട്ടിയതിനേക്കാൾ 3 ഇരട്ടി നേട്ടമെന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. കണ്ടെയ്നർ നീക്കത്തിൽ ഇന്ത്യയുടെ തെക്ക് കിഴക്കൻ തീരത്തെ തുറമുഖങ്ങളിൽ ഒന്നാമതാണ് വിഴിഞ്ഞം. പ്രതിമാസം ശരാശരി 1 ലക്ഷം ടൺ കണ്ടെയ്നറാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ലോകത്ത് തന്നെ പ്രവർത്തനം തുടങ്ങിയ ആദ്യ വർഷം സ്ഥാപിത ശേഷി മറികടന്ന തുറമുഖങ്ങൾ കുറവാണെന്ന് സംസ്ഥാന തുറമുഖ മന്ത്രി VN വാസവൻ തന്നെ വ്യക്തമാക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെയും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷാ ഏജൻസികളുടെയും ഷിപ്പിംഗ് കമ്പനികളുടെയും പിന്നെ പൂർണ്ണ പിന്തുണയും അദാനി വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യക്ഷമമായ പ്രവർത്തന മികവുമാണ് ഈ നേട്ടം കൈവരിക്കാൻ വഴിയൊരുക്കിയത്. കൺസഷൻ കരാർ പ്രകാരം ആദ്യ വർഷമാകെ 3 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത്. അതിന്റെ 3 ഇരട്ടിയിലേറെ കൈകാര്യം ചെയ്താണ് വിഴിഞ്ഞം ഇപ്പോൾ കരുത്ത് തെളിയിച്ചിരിക്കുന്നത്. ഈ ബുധനാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം 10.12 ദശലക്ഷം TEU ആണ് വിഴിഞ്ഞം തുറമുഖം വഴി കൈകാര്യം ചെയ്തിരിക്കുന്നത്. 2024 ഡിസംബർ 3-നാണ് വിഴിഞ്ഞത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 2025 ഡിസംബർ ആകുമ്പോഴേക്കും 10 ലക്ഷത്തിന് പകരം 13 മുതൽ 14 ലക്ഷം വരെ TEU കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 399.99 മീറ്റർ വരെ നീളമുള്ള 27 അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകൾ ഉൾപ്പെടെ 460-ലധികം കപ്പലുകളാണ് വിഴിഞ്ഞത്തേക്ക് എത്തിയത്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC ഐറീന അടക്കം ദക്ഷിണേഷ്യയിൽ തന്നെ ആദ്യമേ ബർത്ത് ചെയ്ത കപ്പലുകളും ഈ കൂട്ടത്തിൽ വന്നു. കൊളംബോ, സിംഗപ്പൂർ, ദുബായ് ഉൾപ്പെടെയുള്ള ലോകോത്തര തുറമുഖങ്ങളുമായി മത്സരിച്ചാണ് വിഴിഞ്ഞം ഈ നേട്ടം സ്വന്തമാക്കിയത്. ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമാണ് ഇപ്പോൾ വിഴിഞ്ഞം. 24 ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകളും 8 സെമി ഓട്ടോമേറ്റഡ് ഷിഫ്റ്റഡ് ഷോർ ക്രെയിനുകളുമാണ് വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. അത് കൈകാര്യം ചെയ്യുന്ന വിഴിഞ്ഞത്തുകാരായ വനിതകളടക്കമുള്ള ഓപ്പറേറ്റർമാരുടെ പങ്കും എടുത്തു പറയണം. യൂറോപ്പ്, US, ആഫ്രിക്ക, ചൈന അടക്കമുള്ള ലോകത്തെ പ്രധാന സമുദ്ര വാണിജ്യ മേഖലകളിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ ഇവിടെ നിന്നും തുടങ്ങാൻ കഴിഞ്ഞതാണ് വിഴിഞ്ഞത്തിന്റെ കുതിപ്പിന് വേഗത കൂട്ടിയത്. വിഴിഞ്ഞത്തിന്റെ സ്വപ്ന തുല്യമായ നേട്ടം കേരളത്തിന് മാത്രമല്ല ഇന്ത്യയുടെ സമുദ്ര വാണിജ്യ മേഖലയിലെ പുരോഗതിയുടെ അളവുകോലായി മാറിയിരിക്കുന്നു. വിദേശ തുറമുഖങ്ങളിൽ നിന്നും ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്നതിലൂടെ ചെലവ് വന്നിരുന്ന കോടിക്കണക്കിന് രൂപയുടെ അധിക ചെലവ് കുറയ്ക്കാനും വിഴിഞ്ഞത്തിനായി. തുറമുഖത്തിന്റെ റോഡ് റെയിൽ കണക്ടിവിറ്റി നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമത്തിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന ഒരു ഉറപ്പാണ് ഇപ്പോൾ തുറമുഖ മന്ത്രി നൽകുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച